അതിൻ്റെ എഴുത്തുകാരനെ പറ്റിയും എഴുതിയ കാലഘട്ടമൊക്കെ നമുക്കൊന്ന് എഴുതാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. ഹെഡിങ് കൊലോസ്യർ ലേഖനത്തിൻ്റെ ഹെഡിങ് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. എഴുത്തുകാരൻ പൗലോസ്. എഴുതിയ കാലഘട്ടം AD 60. റോമൻ കാരാഗ്രഹത്തിൽ വച്ചാണ് എഴുതുന്നത്. പ്രധാന സ്ഥലങ്ങൾ കൊലോസ്യർ, ലബോലിക്ക. പ്രധാന പദം സകലത്തിനും മുൻപായ ക്രിസ്തു. പ്രധാന പദം സകലത്തിനും മുൻപായ ക്രിസ്തു. മൈക്ക് ചേർത്ത് പിടിക്കുമ്പോ അത്രയും കേൾക്കാൻ പറ്റുന്നില്ലേ, ക്ലിയർ ആകുന്നില്ല. കേൾക്കാമല്ലോ? ഓക്കെ. പ്രധാന പദം സകലത്തിനും മുൻപായ ക്രിസ്തു എഴുതിയെന്ന് വിശ്വസിക്കുന്നു. പ്രധാന വാക്യങ്ങൾ ഇപ്പൊ കയറിയവർ ശ്രദ്ധിക്കണം. കൊലോസ്യർ ലേഖനമാണ് പഠിക്കുന്നത്. ബൈബിൾ സർവേ, ജിനീഷ് ബ്രദർ, ലിൻഡാലിറ്റി, കാരാഗ്രഹ ലേഖനങ്ങൾ. ഓക്കെ. പ്രധാന വാക്യങ്ങൾ 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും. മൂന്നിന്റെ 1ഉം 2ഉം. പ്രധാന അധ്യായം കൊലോസ്യർ 2-3. അടുത്ത് സ്ഥിതി വിവരങ്ങൾ. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഭാഗം ചിന്തിക്കേണ്ടതായുണ്ട്. സ്ഥിതി വിവരങ്ങൾ. അധ്യായങ്ങൾ 4. വാക്യങ്ങൾ 95. ചോദ്യം 1.
ചരിത്രപരമായ വാക്യങ്ങൾ 92. നിവർത്തിയാകാത്ത പ്രവചനങ്ങൾ 3. ആ 1-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അധികാരങ്ങളാകട്ടെ സകലവും മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവരായിട്ടും സകലവും സൃഷ്ടിക്കുന്നു. പ്രോസസ്സസ് വായിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? കേൾക്കാൻ പറ്റും? ഓക്കെ, എനിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ ആകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകൾ ആകട്ടെ, അധികാരങ്ങൾ ആകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സഭയ്ക്കകത്ത് പൗലൂസിന്റെ അടുത്ത് ഈ വാക്കുകൾ എത്തുമ്പോൾ പൗലൂസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ സഭയെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. സഭ ഒരുവിധം ദൈവിക വചനത്തിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് വ്യക്തികൾ അതിനകത്ത് കടന്നു വന്ന് ഇതുവരെ സഭയിൽ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ സഭയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കാര്യം പൗലൂസിന്റെ ചെവിയിലേക്ക് എത്തുന്നത്. പൗലൂസ് പറയുന്ന 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ സകലത്തെയും ഉളവാക്കുന്നത് ദൈവം തന്നെ എന്നാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, നമുക്കൊണ്ട് കഴിയാത്ത കാര്യം ദൈവത്തിന് കഴിയും, ഉറപ്പായിട്ട്. വേദപുസ്തകം പഠിക്കുമ്പോ ഇതിന് 2-ാമത്തെ അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഒരാളൊന്ന് വായിക്കാമോ? 2-ന്റെ 9-ഉം 10-ഉം. പ്രൈസ് ദി ലോർഡ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കണ്ടോ? എല്ലാ വാഴ്ചയ്ക്കും തലയായത് ആരെന്നറിയാമോ? ആരാ? കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ വാഴ്ചയ്ക്കും, ഒന്നല്ല, സകലത്തിന്റെ മേലും അധികാരമുള്ളത്, സകലത്തെയും തന്റെ കൃപയുടെ മറവിൽ മറച്ച് സകലത്തെയും അധികാരം കൊണ്ട്, വാക്കുകൊണ്ട് ഉളവാക്കിയ ദൈവം എന്നവിടെ ഉറപ്പിച്ച് പൗലൂസ് പറയുകയാണ്. നമ്മുടെ വീട്ടിനകത്തിരുന്ന് പറയേണ്ട വാക്കുകളെല്ലാം അനുഗ്രഹത്തിന്റെ വാക്കുകളായിരിക്കണം. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ ഒന്നും കാണത്തില്ല, ശൂന്യമായിരിക്കാം. പക്ഷെ നമ്മുടെ വാക്കുകൾ കൊണ്ട് ആ ശൂന്യത മാറണം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോ മുൻപിൽ ഒന്നും ഇല്ല, എല്ലാം അടയപ്പെട്ടു. പാട്ടുകാരൻ പാടിയതുപോലെ മുൻപും പിൻപും അടഞ്ഞു, സകലതും അടഞ്ഞിരിക്കുന്ന സമയമായിരിക്കാം. പക്ഷെ വിശ്വാസത്താൽ നമുക്ക് കൽപ്പിക്കാൻ കഴിയും, അതേപോലെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊരു പ്രവാചകൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണമെന്നില്ല. നമ്മൾ പരസ്പരം വീട്ടിനകത്തുള്ള, അതല്ലേ കർത്താവ് പറഞ്ഞ കൂടി വരുന്നത് എന്താണ്? കൂടി വരുമ്പോ എന്താണ്? അവിടെ ഒരു ഇമ്പം ഉണ്ട്, അല്ലേ? കുടുംബത്തിനകത്ത് എന്തുണ്ട്? ഒരു ഇമ്പം. അത് കമ്പക്കെട്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇമ്പമായിരിക്കണം. സ്തോത്രത്തിൽ കൂടെ, ആരാധനയിൽ കൂടെ, അനുഗ്രഹത്തിന്റെ വാക്കുകളിൽ കൂടെ എപ്പോഴും തമ്മിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ എപ്പോഴും അനുഗ്രഹത്തിന്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്ക്. അതിനകത്ത് ശത്രുവിന് പ്രവർത്തിക്കാൻ ഇടം കിട്ടത്തില്ല. ഇന്ന് അങ്ങനെയല്ലല്ലോ പറയുന്നേ. എപ്പോഴും പരാജയം. ചിലപ്പോ
ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഹസ്ബൻഡ് പറയും, നാളെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അതിനേക്കാളും ക്ഷീണിച്ചിരിക്കരുത് കുടുംബത്തിലെ കർത്താവിന്റെ ദാസ്യമാണ്. ശക്തമായി പറയണം, ഇത് ശരിയാകും. ദൈവം നമുക്ക് നടുവിലുണ്ടല്ലോ. ഒന്ന് പറഞ്ഞു ഉറപ്പിക്കാൻ. അതാണ് ഇവിടെ 9ഉം 10ഉം വാക്യം പറയുന്നതാണ്, അവനാലല്ലോ ദൈവത്തിന്റെ സമ്പൂർണതയും. ഉണ്ടോ? ഈ സമ്പൂർണത എന്ന് പറയുന്നത് എന്താ? എല്ലാം ഒരു കുടക്കീഴിൽ, അല്ലെങ്കിൽ എല്ലാം അവിടെ തികഞ്ഞിരിക്കുന്നു. സമ്പൂർണത ഒരു വലിയൊരു പാക്കേജാണ്. ആമേൻ. അടുത്തെന്താ പറഞ്ഞത്? ആമേൻ, സ്തോത്രം. ദൈവ സമ്പൂർണതയും. അടുത്ത വായിച്ചേ. ദേവരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കണ്ടോ? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കേട്ടോ? സഭയെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചില ആമേൻ സ്തോത്രം വ്യക്തികളെയൊക്കെ നമ്മൾ കാണുമ്പോ ആമേൻ സ്തോത്രം അവരോട് പറഞ്ഞ് ബലപ്പിക്കാറുണ്ട്, ഇല്ല കർത്താവിന്റെ ദാസരെ പറ്റും, നമ്മെ കൊണ്ട് കഴിയും. നമ്മെ കൊണ്ടേ കഴിയൂ. കാരണം നമ്മുടെ കർത്താവ് പരാജയങ്ങളുടെ ദൈവമല്ല. സഭ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് പരാജയങ്ങളുടെ ദൈവം അല്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, എല്ലാ സമയത്തും നമ്മുടെ വായിൽ നിന്ന് വരേണ്ട വാക്കുകൾ അനുഗ്രഹത്തിന്റെ വാക്കുകളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ പൗലോസ് സഭയെ പറഞ്ഞ് ഉറപ്പിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഒരാളിന് വായിക്കാമോ? 1:28. അവിടെ എന്താ വായിച്ചത്? അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ഏത് മനുഷ്യനെയും, ഒരാളെന്നില്ല, കറുത്തവനോ വെളുത്തവനോ ഒന്നുമില്ല. അവിടെ കുലമോ ആമേൻ മതമോ വർണ്ണമോ നിറമോ ഒന്നും അല്ല വിഷയം. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തും. ആമേൻ. ഉണ്ടോ? കർത്താവ് ചെയ്യുന്നുണ്ടോ? ഏതു മനുഷ്യനെയും. നമ്മൾ യോഹന്നാൻ സുവിശേഷം വാക്യം പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന നിത്യ വെളിച്ചം. അപ്പൊ ഇത് കൊലോസ്യരിലേക്ക് കാരാഗ്രഹത്തിനകത്ത് കിടന്ന് എഴുതുകയാണ്, തടവറയിൽ കിടന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ജോലിക്ക് പോകുന്ന പല വ്യക്തികൾ പല രീതിയിൽ ജോലിക്ക് പോകുന്നവരുണ്ട്. മേശിരി പണിക്ക് പോകുന്നവരുണ്ട്, പെയിന്റിങ് പോകുന്നുണ്ട്, ആശുപത്രി പണിക്ക് പോകുന്നവരുണ്ട്. എന്ത് പണിക്ക്, ഇങ്ങനെയുള്ള പണിക്ക് പോകുന്നവർക്ക് 1 മണിക്കൂർ റെസ്റ്റ് കിട്ടും അല്ലേ? നമുക്ക് 1 മണിക്കൂർ അല്ലേ റെസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക്. ഈ റെസ്റ്റ് സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഉറങ്ങുമോ? അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ പറയുമോ? അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ നോട്ടെടുത്ത് പഠിക്കുമോ? എന്താ നമ്മൾ ചെയ്യുന്നത്? 1 മണിക്കൂർ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ 1 മണിക്കൂർ 1 മാസമായപ്പോ എത്ര മണിക്കൂറായി? 30 മണിക്കൂറായി അല്ലേ? 30 മണിക്കൂർ. ഈ 30 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് വേസ്റ്റായി കളയുന്നു. പോട്ടെ, ആ ചോറെല്ലാം കഴിച്ചൊരു 15 മിനിറ്റ് പോയി, പിന്നെ ഒരു അരമണിക്കൂർ വയ്ക്കാം. അപ്പൊ ഈ 30 മണിക്കൂർ, ഈ 30 ദിവസത്തിൽ അരമണിക്കൂർ വെച്ചായപ്പോ എത്രയായി? 15 മണിക്കൂർ. 15 മണിക്കൂർ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വേർതിരിച്ചാലേ ഭയങ്കര അനുഗ്രഹമാണ്. ആമേൻ. എന്തെന്നറിയാമോ? വചനങ്ങളെല്ലാം കുനു എഴുതി പോക്കറ്റിലിടുകയോ, ഇപ്പൊ പിന്നെ മൊബൈലൊക്കെ ഉണ്ടല്ലോ, വീട്ടിൽ വെച്ച് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് ആ സമയത്ത് ആവർത്തിച്ച് നമ്മൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശീലിച്ചു നോക്കിയേ. ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലും നമ്മെ തെറ്റിച്ച് കളയാൻ ഒരു ദുരുപദേശത്തിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മുടെ വായ്ക്കകത്ത് വചനം. ഞാനിങ്ങനെ പറയാറുണ്ട്, ആമേൻ സ്തോത്രം, 3 വർഷം ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ അവന്റെ ഹൃദയത്തിനകത്ത് സ്റ്റോറേജ് ആകേണ്ട വചനം, ആമേൻ സ്തോത്രം, ഏകദേശം 3345 വചനം ആ ഒരു സ്റ്റുഡൻസിന്റെ ഹൃദയത്തിനകത്ത് നിറയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കുറ്റിയിലെ തേങ്ങ ഇട്ടിട്ട് മാവ് അങ്ങോട്ട് നിറച്ച് തള്ളി കയറ്റി വെക്കുന്നത് പോലെ വചനം അങ്ങോട്ട് തിരികെ കയറ്റണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ
ഒന്ന് പഠിച്ചു നോക്കിക്കേ. വചനം അകത്തേക്കൊന്ന് തിരികെ കയറ്റി നോക്കിക്കേ. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, വചനത്തിൽ കൂടെ പറയുന്നു, നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകും. അത് ഉറപ്പായിട്ടും ഇന്ന് രാത്രിയിൽ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് ചെറിയൊരു പോർഷൻ എഴുതാനുണ്ട്. ഹെഡിങ് ക്രിസ്തുവിന്റെ വാഴ്ച. എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തല 2:10. സൃഷ്ടിക്ക് കാരണഭൂതൻ. ഒന്നിന്റെ 16-17. തന്റെ മരണത്തിൽ നമ്മെ ദൈവത്തോട് നിയമിച്ചവൻ. ദൈവത്തോട് നിയമിച്ചവൻ. 1:21-22. 2:13 മുതൽ 15 വരെ. വിശ്വാസിയുടെ പ്രത്യാശ കേന്ദ്രം. ഒന്നിന്റെ 5. 23, 27. വിശ്വാസിക്ക് ജീവന്റെ ഉറവിടം. ഒന്നിന്റെ 11, 29. പരിപൂർണനാകുവാനും നിലനിർത്തുവാനും ഒന്നിന്റെ 16, 17. സഭയുടെ ശിരസ് അഥവാ തല. സഭയുടെ ശിരസ്
അഥവാ തല. 1:18. ഉയർത്തെഴുന്നേറ്റ ദൈവ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ ദൈവ മനുഷ്യൻ 1:18, 3:1. സകലത്തിനും മതിയായ രക്ഷകൻ. സകലത്തിനും മതിയായ രക്ഷകൻ 1:28, 2:3, 3:1 മുതൽ 4 വരെ. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. 18ാമത്തെ വാക്യം വായിക്കാം. 1. അവൻ സകലത്തിലും താൻ മുമ്പരാകേണ്ടതിന് അവൻ ആത്മവും മരിച്ചവരുടെ നിന്ന് ആദ്യമായി എഴുന്നേറ്റവനുമാകുന്നു. ഒന്നുകൂടെ വാക്യം വായിക്കാമോ? 18ാമത്തെ വാക്യം. അവൻ സഭ എന്ന ശരീരത്തിന് തലയാകുന്നു. സകലത്തിൽ അവൻ ആരംഭം മരിച്ചവരുടെ ആദ്യമായി എഴുന്നേറ്റവനുമാകുന്നു. മതി. നമ്മളെ വാക്യം വായിച്ചപ്പോ കണ്ടില്ലേ? അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. ഒരു പുരുഷന്റെ തല ആരെന്നറിയാമോ? സ്ത്രീയുടെ തല പുരുഷൻ. ആമേൻ. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. ഇപ്പൊ സ്നേഹം കൂടുമ്പോ ചേട്ടനെ വിളിക്കുന്നത് എന്തെന്നറിയാമോ? ചിരിച്ചോടെ. അതിലേക്ക് പോകുന്നില്ല. സ്വന്തം. ഇവിടെ വായിച്ചത് സകലത്തിനും താൻ, സകലത്തിനും. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ സകല വിഷയത്തിനും മറുപടി ക്രിസ്തുവാണ്. അല്ലാതെ ആര് പറഞ്ഞാലും ഒരു പുസ്തകം എഴുതിയ വ്യക്തി അല്ല ക്രിസ്തു. സഭയുടെ തല, സഭയുടെ ശരീരം. സഭ ക്രിസ്തുവാണ്. തന്റെ ശരീരം, തല. ഇപ്പൊ സഭ എന്ന് പറയുമ്പോ അതിനകത്ത് കൈയും കാലും എല്ലാം ഉണ്ടാകും. പക്ഷെ തലയെന്ന് പറയുന്ന, ശിരസ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ക്രിസ്തു തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരെയാ പേടിക്കേണ്ടേ? ദൈവത്തെയാ പേടിക്കേണ്ടേ? അതല്ലേ യോഹന്നാൻ പേടിച്ചെന്താ പറഞ്ഞെന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ പേടിച്ചെന്താ പറഞ്ഞേ? എന്താ യോഹന്നാൻ സ്നാപകൻ പേടിച്ചിട്ട് വിളിച്ചു പറഞ്ഞത്? ഇതാ എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പഞ്ഞ യോഗ്യനല്ല. അവൻ തീ കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനപ്പെടുത്തുന്നവൻ. യേശു എന്താ പറഞ്ഞേ? യോഹന്നാനെ, ഇപ്പോൾ സമ്മതിക്ക. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം കേട്ടോ. ഏതോ ഒരു മനുഷ്യൻ എവിടെയോ ഇരുന്ന ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ താൻ പറഞ്ഞതുപോലെ ഒന്നും നമ്മൾ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വതന്ത്രം അനുസരിക്കാൻ നമുക്കൊരു പുസ്തകമുണ്ട്.
ഈ പുസ്തകമാണ് നമ്മുടെ ഉറവിടം. ഇതിനപ്പുറം ഒന്നുമില്ല. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗം മറന്നു പോകരുത്. നമ്മുടെ തല എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഇന്നലെ ഞാൻ ഒരു കർത്താവിനോട് സംസാരിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഭയങ്കര കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ കുറെ ചിന്തിച്ചു ആ ഭാഗം. ഇപ്പോഴത്തെ പ്രാർത്ഥന വേണ്ട എന്ന് പറയുമ്പോ ഏതോ വനത്തിനകത്തൊരു മഹർഷി കുത്തിയിരിക്കുന്ന പോലെ മിണ്ടാതിരുന്നാ മതി. മഹർഷി ഉണ്ടല്ലോ, മഹർഷി. അദ്ദേഹം കുത്തിയിരുന്നിട്ട് കുറെ സമയം കഴിയുമ്പോ അങ്ങനെ കൈ പൊക്കി വെക്കാൻ ഒരു തടി വെച്ചിട്ടുണ്ട്. തടിയുടെ അതിങ്ങനെ ഒരു സാധനം ഇങ്ങനെ വെച്ചിരിക്കും. കാരണം കാത്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്, നീരിറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈയൊക്കെ പൊക്കി വെച്ചിരിക്കും. ആ മനുഷ്യൻ മിണ്ടാതിരുന്നിട്ട് എന്തോ ചിന്തിച്ച് കരയാണ്. അതുപോലെയാണോ നമ്മള് എന്ന് പറഞ്ഞ് ചിലപ്പോഴൊക്കെ പിടിവിട്ടു നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ആടിപ്പോവും. ചിലപ്പോഴൊക്കെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലോട്ടൊക്കെ ആടും. ചിലപ്പോൾ തുള്ളേണ്ടി വരും, ചിലപ്പോൾ ചാടും. ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേ അതാണ് ഈ സഭയ്ക്കകത്ത് അടിച്ചേൽപ്പിച്ചത്. ഇതൊന്നും വേണ്ട. നിങ്ങൾ വായിക്കണം കേട്ടത്. ഇതൊന്നും വേണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. ഇതിനകത്ത് പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത് പൗലൂസ്, തീമത്യോസ്, മാർക്കോസ്, എഫത്തോസ്, ഇവരൊക്കെ പ്രധാന വ്യക്തികളാ, പ്രധാന കഥാപാത്രങ്ങളാ. അപ്പൊ ശ്രദ്ധിക്കണം, എപ്പോഴും ഒരു ദൈവപൈതൃക ജീവിതത്തിന്റെ അടിസ്ഥാനം പ്രാർത്ഥനയായിരിക്കട്ടെ. അത് എവിടുന്ന് കിട്ടും? പുസ്തകത്തിൽ നിന്ന് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേ. നിങ്ങൾക്കും ഉള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാം അവൻ ക്രിസ്തു വന്ന ദൈവത്തിന്റെ പരിസരവും വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിച്ചിട്ട് ഞങ്ങൾ വിശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ കർത്താസി വായിച്ചതിൽ അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ അല്ലെ എന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. കേൾക്കാമോ എല്ലാവർക്കും? പ്രൊഫസർ പിന്നെ നമ്മുടെ കർത്താസി വായിച്ച കേട്ടായിരുന്നു എല്ലാവരും വ്യക്തമായിട്ട്? ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടാ കേൾക്കുന്നത്. അവിടുത്തെ പ്രശ്നമാണോ ഇവിടുത്തെ പ്രശ്നമാണോ അറിയാൻ വേണ്ടി ചോദിച്ചേ. ഒരാളോട് വായിച്ചോട്ടെ 2-ാമത്തെ വാക്യം. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഈ 2-ാം അധ്യായത്തിന്റെ പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്. ഭയങ്കരമാണ് കേട്ടോ. ഇന്ന് ഏറ്റവും കൂടുതൽ ഇല്ലാതെ പോകുന്ന ഈ ഒറ്റ കാര്യം. ആമേൻ. ഈ 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോഴേ നിങ്ങൾ ചിരിക്കാതിരുന്നപ്പോ എനിക്കെന്തോ പേടിയാകും. സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോഴേ അവരാദ്യം നമ്മൾ പരിശീലിപ്പിക്കുന്നതല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ നിവർത്തി പിടിക്കണം. എന്നിട്ട് എത്രത്തോളം ശക്തിയിൽ കൂട്ടി അടിക്കാൻ പറ്റുമോ 1 സെക്കൻഡിൽ 50 പ്രാവശ്യം അടിക്കാൻ പറയും. ഇന്ന് എവിടെയെങ്കിലും കൈയടിച്ച് ആരാധിക്കുന്നുണ്ട്? ഇല്ല, നിന്നുപോയി. ആരാധന നിന്നുപോയി. അതുകൊണ്ട് അറ്റാക്കുകൾ കൂടിക്കൊണ്ടിരിക്കുക. 2, ചിരിക്കുന്ന വ്യക്തിക്ക് 2 ഗുണമുണ്ട്. നിങ്ങൾ എപ്പോഴും ചിരിച്ചോണ്ട് നടക്കരുത്, അത് വേറെ എന്തെങ്കിലും പറയും. പ്രൈസ് ദി ലോർഡ്. ചിരിക്കുന്ന വ്യക്തിക്ക് 2 ഗുണമുണ്ട്. 1, സൗന്ദര്യം കൂടും. അതുകൊണ്ട് ഇന്ന് ലില്ല ചിരിച്ചോണ്ടിരിക്കുക, സൗന്ദര്യം. 2, പറഞ്ഞേ
ആയുസ് കൂടും. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യം സംഭവിക്കും. ആമേൻ. ഓട്ടത്തിനേക്കാളും നല്ലത് സന്തോഷിക്കുക. കണ്ടോ, ഇവിടെ നമ്മൾ വായിച്ചല്ലോ എന്താ? ആമേൻ. ഇവിടെ നമ്മൾ രണ്ടാമത്തെ വാക്യം, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വച്ച് ഞാൻ ഇത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ എന്താ കഴിക്കുന്നത്? സിസ്റ്ററെ, ഭയങ്കര ഒരു പോരാട്ട യുദ്ധക്കളത്തിലാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? യുദ്ധക്കളത്തിലാ. ആരുമായ യുദ്ധം? യുദ്ധം ആരുമായിട്ടാ? ഈ ലോകത്തിലെ ദൈവമായിട്ട യുദ്ധം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ എന്തുണ്ടാകണം? സ്നേഹവും ഏകീഭവിക്കണം. അവൻ ആ കർത്തൃത്വം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ഭാഗത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ദൈവാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ് ആമേൻ മുമ്പിലോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ, അവിടെ നമ്മൾ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ പ്രൈസ് ദി ലോർഡ് മൂന്നാമത്തെ അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യം ഒന്ന് വായിക്കാം ഒരാൾ. 1, 3, 1, 2 വാക്യം. 3. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കണ്ടോ, 1ാം വാക്യം പറയുന്നു ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഒന്നുകൂടെ എടുത്തു പറയുന്നു ഭൂമിയിലുള്ളതല്ല, പിന്നെ ഉയരത്തിലുള്ളത് തന്നെ എന്ത് ചെയ്യണം? അന്വേഷിപ്പിൻ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരാളിനോട് ചോദിച്ചു, മുൻപേ രാജ്യവും നീതി എന്ന് പറഞ്ഞല്ലോ, ഈ രാജ്യം എവിടെയാ? വണ്ടി പിടിച്ചെന്ന് പോകാൻ വേണ്ടിയാ രാജ്യം. നിങ്ങൾക്കറിയാമോ രാജ്യം? നമുക്ക് മസ്കറ്റോ ഇന്തോനേഷ്യയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ കയറി പോകാം. രാജ്യം മുൻപേ രാജ്യവും നീതി അന്വേഷിക്കും. ആ രാജ്യം എവിടെയെന്നറിയാമോ? ആർക്കെങ്കിലും പറയാം? ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല. അല്ല, അല്ല, അതാ. ആമേൻ. മുൻപേ ഒരു രാജ്യവും നീതി അന്വേഷിപ്പീൻ എന്ന് പറയുമ്പോ ഈ രാജ്യം എവിടെയാ? ഈ രാജ്യം കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ കൂടിയിരിക്കുന്നിടത്ത് പറഞ്ഞേ എന്റെ രാജ്യമുണ്ടെന്ന. അപ്പൊ നമ്മൾ ഇരിക്കുന്നിടത്ത് ദൈവത്തിന്റെ രാജ്യമുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചത് 3ന്റെ 1, 2 വാക്യം എന്ന് ഭൂമിയിലുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെന്താണ്? ആമേൻ. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. അപ്പൊ ഈ ഭൂമിയിലുള്ള ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട? ചിന്തിക്കണ്ട. രത്ന ചുരുക്കമായി പറയട്ടെ, നാളത്തെ കുറിച്ച് എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത് എന്നും കൂടെ അതിനകത്തൊരു പദമുണ്ട്. ആ 3ാമത്തെ അധ്യായം നമ്മൾ 1, 2 വാക്യങ്ങളിലേക്ക് വരുമ്പോ കൊലോസ്യർ 2ന്റെ 12 കൂടെ നമുക്ക് വായിക്കുമ്പോ അതിനകത്ത് ആ ഒരു പദം കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. 2ന്റെ 12 വായിച്ചേ. ജ്ഞാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആമേൻ. അവനോട് കൂടെയാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചിന്ത എവിടെ ആയിരിക്കണം? ഉയരത്തിലായിരിക്കണം. ഭൂമിയിലല്ല ചിന്തിക്കേണ്ടേ, ഉയരത്തിലെ ചിന്ത. എപ്പോഴും ഒരു ദൈവപൈതന്റെ ചിന്ത ഉയരത്തിലായിരിക്കട്ടെ. ഒരു മനുഷ്യൻ കപ്പലണ്ടി കൃഷി ചെയ്തു. കപ്പലണ്ടി കൃഷി ആദ്യമായിട്ടാ ചെയ്യുന്നത്. അദ്ദേഹം കപ്പലണ്ടിയൊക്കെ വിതച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് പറയുകയാണ്, അത് പൊടിച്ചോ എന്ന് നീ ഒരു കാര്യം ചെയ്യും, അതിനൊന്ന് മാന്തി നോക്കിയേ, അതൊന്ന് പൊടിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യൻ എന്നെ മാന്തി നോക്കി പൊടിച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ ചെറിയ 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 മുള മാത്രം വന്നു.
പിന്നെ ആ മനുഷ്യൻ മണ്ണിട്ട് മൂടി. നോക്കി, അത് പിന്നെ അത് മുളച്ചു വരുമോ? ഒരിക്കലും വരില്ല. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വിതച്ചെങ്കിൽ അത് ഒരു നാൾ കൊയ്യും. എപ്പോഴും പോയി നമ്മൾ അതിനെ മാന്തി നോക്കേണ്ട കാര്യമില്ല. ആമേൻ. മുമ്പിൽ ഒരു കുട്ടി ഇങ്ങനെ സംസാരിച്ചു, ഞാൻ ഒരു റോസാ ചെടി കൊണ്ടുവച്ചു അങ്കിളെ. ആമേൻ. അത് താപ്പോട്ടാണ് ഇങ്ങനെ, എന്റെ എന്ന് വെച്ചാൽ അവര് കമ്പിങ്ങനെ ഊന്നിയപ്പോ നട്ടുവെച്ചപ്പോ തല കുത്തനെ നട്ടത്. അപ്പോ അതെന്ത് ചെയ്തു? മുളച്ച് താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് പോവുക. അതെന്താ അങ്ങനെ? അപ്പൊ ഒരാൾ പറഞ്ഞു, നീ ഇതിനെ പിഴുതിട്ട് എന്ത് ചെയ്യണം? തിരിച്ചിടാൻ പറഞ്ഞു. അതോടെ അതങ്ങ് നിന്നു. ഇപ്പൊ നമ്മൾ എങ്ങനെ, എവിടെയാ കർത്താവ് എന്താ നമ്മൾ നട്ടിരിക്കുന്നത്? എങ്ങനെയാ നട്ടിരിക്കുന്നത്? ഇവിടെ വായിച്ചാണ്ടോ? 2:12 സ്നാനത്താൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്തു. ആരോടുകൂടെ? യേശുക്രിസ്തുവിനോട് കൂടെ. ആമേൻ. അല്ലാതെ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന പൗലൂസിനോട് കൂടെ അല്ല. നമ്മളുടെ നിഴലും പൊരുളും ആരെന്നറിയാമോ? ആരാ? യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് കാര്യം അവനുമായ കാര്യം ചെറിയൊരു പദം നമുക്ക് എഴുതാമോ? പ്രൈസ് ദി ലോർഡ്. കൊലോസ്യൻ ലേഖനത്തിന്റെ ഉദ്ദേശം, ഈ ലേഖനത്തിന്റെ ഉദ്ദേശം നമുക്ക് നോക്കാം. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതിൽ 4 കാര്യമാണ് പ്രധാനമായി ഈ ഉദ്ദേശം. ഈ പുസ്തകം 4 അധ്യായത്തിനകത്ത് 4 ഉദ്ദേശമുണ്ട്. ഓരോ അധ്യായത്തിലും ഓരോ ഉദ്ദേശമാണ്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ പൗലൂസിന്റെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത വെളിപ്പാടുകളാണ് ഇതിനകത്തുള്ള ഓരോ അക്ഷരങ്ങളും. 1 ഹെഡിങ് എഴുതിയല്ലോ. 1 സൃഷ്ടി. 2 വെളിപ്പാട്. 3 വീണ്ടെടുപ്പ്. 4 സഭ. 5 എന്നിവയിൽ യേശുക്രിസ്തുവിന്റെ സ്ഥാനത്തെയും മാറ്റിമറിച്ചുകൊണ്ടിരുന്നു. കൊലോസിലെ അപകടകരമായ ദുരുപദേശത്തോട് ഇപ്പം പറഞ്ഞ കൊലോസിലെ അപകടകരമായ ദുരുപദേശത്തോട്
പൊരുതുവാനും രണ്ട് പുതിയ ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിന്റെ ശരിയായ സ്വഭാവം ഓക്കെ, കണ്ടോ? ഇതിന്റെ പരമപ്രധാനമായ കാര്യം കണ്ടോ? ഒന്ന് സൃഷ്ടി, രണ്ട് വെളിപ്പാട്, മൂന്ന് വീണ്ടെടുപ്പ്, നാല് സഭ. നാലാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് സഭയിൽ ദുരുപദേശം. ഭയങ്കര അപകടകരമാണ് ദുരുപദേശം. ശ്രദ്ധിക്കണം, എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കണം. ദുരുപദേശം സഭയ്ക്കകത്തോ നമ്മുടെ വീട്ടിലോ ദേശത്തിലോ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഭയങ്കര അപകടമാണ്. ഈ അപകടകരമായ ഈ ഒരു ഭാഗത്തെയാണ് ഈ പുസ്തകത്തിന് 4 അധ്യായങ്ങളിൽ 4 പാർട്ടായിട്ട് പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് പൗലോസ് സഭയ്ക്ക് കൊടുക്കുന്നത്. അടുത്ത ഹെഡിങ് കുറച്ച് നിന്ന് പറയണമെന്നുണ്ട്, എങ്കിലും കുറച്ച് ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതായോ. അടുത്ത ഹെഡിങ് കൊലോസ്യ ലേഖനത്തിന്റെ അവലോകനം. സഭയെ സ്നേഹിക്കുകയും അവരുടെ വിശ്വാസം, സ്നേഹം, പ്രത്യാശ അവരുടെ വിശ്വാസം, സ്നേഹം, പ്രത്യാശ വിശ്വാസികൾ എന്ന നിലയിൽ സ്തോത്രം അർപ്പിക്കുകയും ചെയ്ത ശേഷം രണ്ട് മുഖ്യ കാര്യങ്ങളിൽ പൗലോസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സത്യമായ ഉപദേശം 1:13.
സത്യമായ ഉപദേശം 1:13, 2:23, പ്രബോധനങ്ങളും 3:1, 4:6. സഭകളിൽ വേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസ ജീവിതങ്ങളിൽ വേണ്ടത് ഏറ്റവും കൂടുതൽ ഉപദേശമാണ്. ഇന്ന് സഭകളിൽ ഇല്ലാത്തത് അത് തന്നെയാണ്, ഉപദേശം. ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു, എന്താണ് 3 സ്നാനപ്പെട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം സ്നാനപ്പെട്ടപ്പോ ഒന്നും വിലക്കില്ല, ഉപദേശമൊന്നുമില്ല, എന്തും കഴിക്കാം എന്തും കുടിക്കാം, ആ സ്നാനം വെച്ചു. രണ്ടാമത്തെ സ്നാനപ്പെട്ടപ്പോ അവിടെയും കുഴപ്പങ്ങളൊന്നുമില്ല, എങ്ങനെ വേണോ വരാം, എങ്ങനെ വേണോ പോകാം, അതും ശരിയായില്ല. എന്നാൽ മൂന്നാമത്തതിലേക്ക് വന്നപ്പോ കുറച്ചുകൂടെ കാര്യഗൗരവമായ ഉപദേശം വന്നു. ഉപദേശം സഭകളിൽ, കുടുംബങ്ങളിൽ ഏറ്റവും അത്യാവശ്യകരമായ കാര്യമാണ്. അത് ഏത് കാര്യത്തിലും, പ്രത്യേകിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു അഭിഷക്തന്റെയും അഭിഷക്തയുടെയും വായിന്ന് വരേണ്ട ആദ്യത്തെ വാക്കാണ് ഉപദേശം, പ്രബോധനം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ശ്രേഷ്ഠന്മാരായ വ്യക്തികളാണ്, നിങ്ങളെല്ലാം പ്രബോധിപ്പിക്കുന്നവരാണ്. പ്രബോധനം എന്ന് പറഞ്ഞാൽ പ്രബോധനമായിരിക്കണ ഒരാളിനെ ബോധവൽക്കരണം നൽകി പുറത്തു കൊണ്ടുവരികയാണ്. കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ പേഴ്സണൽ ഇവാഞ്ചലിസം. ഒരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഉപയോഗിക്കുക. അത് വേറെ ഒന്നും ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് വീടരുത്, ക്രിസ്തുവിന്റെ കാര്യം മാത്രം, വേറെ ഒന്നും. നമ്മുടെ കടക്കാര്യങ്ങളോ നമ്മുടെ പ്രയാസങ്ങളോ നമ്മുടെ ദുഃഖങ്ങളോ ഒന്നും അല്ല ആ വ്യക്തിയോട് ഷെയർ ചെയ്യേണ്ടേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നഗ്നമായ ശുശ്രൂഷ അവിടെ വെളിപ്പെടുത്തണം. ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 3 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 4 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ്. അതിനപ്പുറം ഒരാളോട് പ്രബോധിപ്പിക്കാൻ കഴിയില്ല. ഈ 5 മിനിറ്റ് കൊണ്ട് ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വചനം കൊണ്ട് നിറയ്ക്കാൻ പറ്റും. എനിക്ക് കഴിഞ്ഞ ചില ദിവസം മുമ്പ് റാണി സിസ്റ്റർ പ്രബോധിപ്പിച്ചപ്പോൾ കുറച്ച് പോയിന്റ്സ് എടുത്തെടുത്ത് പറഞ്ഞു. വളരെ ബ്ലെസ്സിങ് ആയി. കുറച്ച് പോയിന്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് വചനത്തിൽ നിന്ന് പരിശോധിച്ച്, വചനത്തിൽ നിന്ന് നമ്മൾ ഏതാ വായിക്കുന്നത് അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം, പ്രബോധിപ്പിക്കണം. അതാണ് വേണ്ടത്. ശ്രദ്ധിക്കണം, പ്രബോധനം വേറെ, പേഴ്സണൽ ഇവാഞ്ചലിസം വേറെ, വചന ശുശ്രൂഷ വേറെ, സഭാപരിപാലനം വേറെ, കൺവെൻഷൻ പ്രസംഗം വേറെ, പരസ്യയോഗം വേറെ. ഇതെല്ലാത്തിനും തികഞ്ഞൊരു വ്യക്തിയാണ് സഭയിലെ പുരോഹിതൻ. പുരോഹിതന്റെ മേൽ എല്ലാ ശുശ്രൂഷയുണ്ട്. ഇടയ ശുശ്രൂഷ, അഭിഷേകത്തിന്റെ മേൽ ദൈവം പരമേൽപ്പിച്ചിരിക്കുക. ഉപദേഷ്ടാവ്, സുവിശേഷകൻ, ഇതെല്ലാം ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ അഭിഷക്തന്മാരും അഭിഷക്തമാരുമാണ്. നമ്മുടെ വായിന്ന് ഒരാളുടെ കിട്ടുമ്പോൾ വരേണ്ടത് നമ്മുടെ കുറവുകളെ നിരത്തി വയ്ക്കരുത്. ഒരിക്കലും നമ്മുടെ കുറവുകൾ അവിടെ വയ്ക്കരുത്. നമ്മൾ അവരുടെ കുറവുകളെ കണ്ടുപിടിച്ച് ക്രിസ്തുവിനെ വചനം നിറയ്ക്കുക. ചിലപ്പോ അവർ തകർന്നായിരിക്കും വരുന്നത്,
അതുകൊണ്ട് ഇവിടെ പൗലൂസ് പറയുന്ന വാക്ക് നമുക്കൊന്ന് ആ വാക്യം വായിക്കാം. 1:7 വായിച്ചേ. 1:7 വായിച്ചേ ഒരാള്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ഈ എപ്പഫ്രാസാണ് സഭയിലെ ശുശ്രൂഷകൻ. സഭയിലെ കൊലോസ്യർ സഭയിലെ ശുശ്രൂഷകൻ എപ്പഫ്രാസ് നോക്കിയിട്ട് ഈ മനുഷ്യന്മാരൊന്നും ശരിയാകുന്നില്ല. അപ്പോഴാ പൗലൂസിന്റെ യാത്ര, അല്ലെങ്കിൽ പൗലൂസിന്റെ തടവറയിലേക്ക് ഈ വാക്കുകൾ എത്തുകയാണ്. പൗലൂസ് അവിടെ ഇരുന്ന് എഴുതിയെന്ന. എന്റെ കർത്താവിന്റെ അഭിഷക്തമാരെ ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങൾ ആദരിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന സമയം, ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന സൗകര്യമാർക്കാ, ഏറ്റവും കൂടുതൽ സമയം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു ചെറിയ കൊച്ചും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് സമയമേ ഇല്ല. ഒരു പൊടി കുട്ടിയുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സമയമേ ഇല്ല. അവർ പറയുന്ന ഒറ്റ വാക്കിതാണ്, കൊച്ചുങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്ന് രാത്രി എപ്പഫ്രാസ് പറഞ്ഞിരിക്കുക, സഭയ്ക്കകത്ത് ഞാൻ പറയുന്നത് പോലെ ശുശ്രൂഷ നടക്കുന്നില്ല, അനുവദിക്കുന്നില്ല. സഭയ്ക്കകത്ത് കുറച്ചു വ്യക്തികൾ വന്ന് കയറി നിൽക്കുകയാ. ദൈവഹിതമില്ലാത്ത ഒരെണ്ണത്തിന് സഭയ്ക്കകത്ത്. നിങ്ങളുടെ കയ്യിലാ സഭ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയില് ഇവിടെ കണ്ടോ വായിച്ചത്, ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. പഠിച്ചിട്ടുണ്ട്, പക്ഷേ തെറ്റിപ്പോയി. നല്ല ശുശ്രൂഷകനാ. പുള്ളിയുടെ ബാക്കിലോട്ടൊക്കെ കാര്യങ്ങൾക്ക് കുറെ ചിന്തിക്കാനുണ്ട്. അത് പിന്നത്തിൽ എപ്പോഴും ഞാൻ പറയാം, ഇടയ്ക്ക് എപ്പോഴെങ്കിലും. ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ല, എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എവിടെ പിഴച്ചു, എവിടെ നമ്മൾ തെറ്റിപ്പോയി. ഉപദേശവും പ്രബോധനവും സഭയ്ക്കകത്തില്ല. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത് ഉപദേശമുണ്ട്, പ്രബോധനമുണ്ട്, സാക്ഷികളുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങൾ അതിൽ നിന്ന് അടച്ചിരിക്കുന്ന ആ അന്ധകാരത്തിനകത്തുനിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തു വേണം പറഞ്ഞേ? ഒന്ന്, പ്രബോധനം വേണം. 2, ഉപദേശം വേണം. ഞാൻ ഇന്നലെ ഒരു ആന്റി എടുത്തു പറഞ്ഞു, ആന്റി പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഓക്കെ. ഒരു ഓക്കെ അല്ല, ഡബിൾ ഓക്കെ. പലപ്പോഴും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. കാരണം 100 കണക്കിന് വ്യക്തികളോട് ഞാൻ പറയും, എനിക്കറിയാം. ഈ എപ്പഫ്രാസ് പറയാ, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് അടുത്തുകൊണ്ട് കൊടുക്കുന്നത് കാരാഗ്രഹ തടവിലായിരിക്കുന്ന നമ്മുടെ സഹോദരൻ, നമ്മുടെ അഭിഷക്തനായ പൗലൂന്റെ കയ്യില. ഒന്നുകൂടെ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, വളരെ വ്യക്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടായുണ്ട്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 3-ാമത്തെ അധ്യായം, 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. 10-ാമത്തെ വാക്യം, 3:10. 4-5 വായിച്ചിട്ട് 10 വായിക്കാം. 4-5. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. അഭിഷേകത്തെ നന്ദി. ഈ 4-5 വാക്യം വായിക്കുമ്പോ അവിടെ നമ്മുടെ ജീവനായി, സ്തോത്രം, ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ നമ്മൾ എവിടെ വെളിപ്പെടും? തേജസ്സിൽ വെളിപ്പെടാനാ. 5-ാമത്തെ വാക്യം, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം. ഈ വിഗ്രഹ ആരാധനയാണ് അത്യാഗ്രഹം, അല്ലേ?
വിഗ്രഹ ആരാധനയാണ് അത്യാഗ്രഹം. 4-5 വാക്യങ്ങളാണ് കേട്ടോ, 4-5 വാക്യങ്ങളാണ്. മൂന്നാമത്തെ അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളാണ്. ഈ 4-5 വാക്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഒരു 3-4 വാക്യങ്ങൾ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു 10-12 വാക്യങ്ങളുണ്ട് എങ്കിൽ ഒരു 3-4 വാക്യങ്ങൾ അതിൽ കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞുതരാം. വേറെ അധ്യായങ്ങളിലേക്കാണ്. യോഹന്നാൻ സുവിശേഷം 11:25, യോഹന്നാൻ 11:25, ഫിലിപ്പിയർ 3:21, 1 പത്രോസ് 1:7, 13, 1 യോഹന്നാൻ 2:28, 3:2, 1 കുരിന്തി 15:43, എഫേസ്യർ ലേഖനം 5:3 മുതൽ 5 വരെയും, റോമർ 1:26, ഇയ്യോബ് 31:25, 26, റോമർ 6:13, റോമർ 8:13, ഗലാത്യർ 5:24. ഇത്രയും വാക്യങ്ങളാണ് ഈ 4-5 വാക്യത്തിന്റെ കുറിവാക്യങ്ങൾ, അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ഒത്തുവാക്യങ്ങൾ. നിങ്ങൾക്കൊരു മെസ്സേജ് ആകട്ടെ. അടുത്ത് നമുക്ക് വായിക്കേണ്ടത് നേരെ താഴോട്ട് വരും 10ാമത്തെ വാക്യം. ഒന്ന് വായിച്ചേ, 3:10. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. ഈ ഓരോ വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് പൗലോസ് ആ സഭയ്ക്കകത്ത് എപ്പഫ്രാസിനോട് പറയുക, നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഈ സഭയ്ക്കകത്തുള്ള എല്ലാവരും പഠിച്ചതാ. പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങൾ കൂടെ പഠിച്ച് നിങ്ങൾ പുതുക്കം പ്രാപിക്കണം. 4ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ഇന്ന് ജനത്തിന്റെ ഇടയിൽ നിന്ന് എന്നേക്കുമായി കാലകർമ്മപ്പെട്ടു പോയ ഒരു സംഭവമാണ് 4ാം അധ്യായത്തിലേക്ക് എപ്പഫ്രാസ് മുഖാന്തരം പൗലോസ് കൊണ്ടുവരുന്നത്. അതിന്റെ 2ാമത്തെ വാക്യം 1ഉം 2ഉം നമ്മൾ വായിക്കുമ്പോ അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കാ. ഒന്ന് വായിച്ചേ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. 1ാമത്തെ വാക്യം കൂടെ. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്ന് പറഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും കണ്ടോ, നീതിയും ന്യായവും ആദരിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറയാം. പ്രാർത്ഥനയിൽ ഒറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്ന് പറഞ്ഞാൽ ജാഗ്രതയുള്ളവരായിരിപ്പീൻ. ഇന്ന് കുടുംബങ്ങളില് കുടുംബ പ്രാർത്ഥനകൾ നിന്നുപോയി. ചർച്ചകളിൽ കാത്തിരിപ്പ് യോഗങ്ങളെല്ലാം തീർന്നു. വിശ്വാസ ജീവിതങ്ങളിൽ പ്രാർത്ഥനയുടെ നാളം കരിന്തിരിയായി പരിണമിക്കുമ്പോൾ പൗലോസ് ആഗ്രഹിക്കുന്നത് ഒരു നവീകരണമാണ്. ഒരു നവീകരണത്തിന്റെ ശുശ്രൂഷ സഭയിൽ വെളിപ്പെടണമെന്ന് ആമേൻ വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ആമേൻ. ഈ കൊലോസ്യ ലേഖനത്തിന്റെ അകത്തളങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പദമുണ്ട്. ആമേൻ. 4 കാര്യങ്ങൾ. 1 സൃഷ്ടി, 2 വെളിപ്പാട്. സഭയ്ക്ക് വെളിപ്പാടുണ്ടായിരിക്കണം. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാം വെളിപ്പാടുണ്ടായി. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരാധിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വെളിപ്പാടുള്ളവരായിരിക്കണം. നിങ്ങളോട് സംസാരിക്കുന്നവർ വെളിപ്പാടുള്ളവരായിരിക്കണം. നിങ്ങളുടെ കൈ തരുമ്പോൾ വെളിപ്പാടുള്ള നിങ്ങൾ കൈ കൊടുക്കണമെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ വിവേചിക്കണം വെളിപ്പാടിനാൽ. സഭയ്ക്ക് വെളിപ്പാടില്ല. 2 വീണ്ടെടുപ്പ്. ഇത് സഭയ്ക്കകത്ത് കൊണ്ടുവരേണ്ടതാ. ഇത് വെറുതെ എഴുതി വെക്കേണ്ടതല്ല. യേശു ഈ വീട്ടിന്റെ വീണ്ടെടുപ്പുകാരൻ എഴുതി വെച്ച് വെളിയിൽ ബോർഡ് വയ്ക്കേണ്ടത്. ഈ ബോർഡ് തകർത്ത് വയ്ക്കണം.
വെളിയിലല്ല വയ്ക്കേണ്ടത് ബോർഡ്, ആൾക്കാർക്ക് വായിക്കാനുള്ളതല്ല. ഇത് നമ്മുടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്തൃവേലയിലായിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇരിക്കേണ്ടതാണ് ഈ വെളിപ്പാട്, വീണ്ടെടുപ്പ്. ഒരു സ്വഭാവം കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം കയറി വരുമ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും മൗനം പാലിച്ച് മുമ്പിലോട്ട് പോയ ഒരു വലിയ വിശാലത അതിലേക്ക് ശുശ്രൂഷയിൽ വെളിപ്പെടും. നോക്കിയേ, സഭ ഉറപ്പായിട്ട് വെളിപ്പാട് പ്രാപിച്ചിരിക്കണം. അതാണ് ഇവിടെ പൗലോസ് ഏറ്റവും കൂടുതൽ ആമേൻ കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് പറയാ ആമേൻ സ്തോത്രം, 1:16-17 പറയുന്നത് സഭയുടെ തലയുമാണ് ആരാ? ക്രിസ്തു. അപ്പൊ സഭ എന്ന് പറയുമ്പോ അത് കർത്താവിന്റെ ആമേൻ സ്തോത്രം തലയാണ്. അതിനകത്ത് പ്രൈസ് ദി ലോർഡ് നമുക്കൊന്നും ഒരു കാര്യവും പറയാനുള്ള വോയിസ് നമുക്കില്ല. സഭയിൽ മിണ്ടാതിരിക്കുക, ചില കാര്യങ്ങൾക്ക് മൗനം പാലിച്ചിരിക്കുക. നോക്കിക്കുക, അടുത്ത് നമുക്ക് വായിക്കാം, നമുക്ക് എഴുതാം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യൻ ലേഖനത്തിന്റെ വിഷയവിഭജനം. കൊലോസ്യൻ ലേഖനത്തിന്റെ വിഷയ വിഭജനം, ആമുഖം 1:1-12 വരെ കേട്ടോ. ക്രിസ്തീയ അഭിനന്ദനങ്ങൾ 1:1-2 വരെ. ബി, കൊലോസ്യരുടെ വിശ്വസ്തനും സ്നേഹിതനും സ്തോത്ര അർപ്പണം 1:3-8 വരെ. സി, അവരുടെ ആത്മീക അഭിവൃദ്ധിയിലുള്ള പ്രാർത്ഥന 1:9-12 വരെ. അടുത്ത് ശുദ്ധമായ ഉപദേശം. ശുദ്ധമായ ഉപദേശം 1:13, 2:23. ഒന്നിന്റെ 13, 2:23. ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രഖ്യാപനം 1:13-23 വരെ. ഒന്ന്, സഭയുടെ തല എന്ന നിലയിൽ 1:18. രണ്ട്,
സൃഷ്ടിയുടെ കർത്താവ് എന്ന നിലയിൽ 1:15 മുതൽ 17 വരെ. മൂന്ന്, വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ 1:14 മുതൽ 20, 22. നാല്, സകലത്തെയും നിരപ്പിക്കുന്നവൻ എന്ന നിലയിൽ 1:19 മുതൽ 20 വരെ. ഈ സകലത്തെയും നിരപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ സകലത്തിന്റെ മേലുള്ള അധികാരം അല്ലെങ്കിൽ സകലത്തിന്റെ മേലുള്ള ഉത്തരവാദിത്വം. അപ്പൊ കർത്താവിന് സകലത്തിന്റെ മേൽ കേട്ടോ, ഒരു വ്യക്തി ചർച്ചിനകത്ത് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫുൾ ഉത്തരവാദിത്വം ദൈവത്തിന് അല്ലെങ്കിൽ ദൈവസഭയ്ക്കാണ്. എങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അടുത്ത് വ്യക്തിപരമായ പെരുമാറ്റത്തെ സംബന്ധിച്ച് 3:1 മുതൽ 17 വരെ. ഒന്ന്, ക്രിസ്തു നമ്മുടെ ജീവനായിരിക്കുമ്പോൾ മൂന്നിന്റെ 1 മുതൽ 4 വരെ. രണ്ട്, പഴയ പാപജീവിതത്തെ ഉപേക്ഷിക്കുക. പഴയ പാപജീവിതത്തെ ഉപേക്ഷിക്കുക. 3:5 മുതൽ 9 വരെ. 3, ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ ധരിക്കുക. 3:10 മുതൽ 17 വരെ. അടുത്ത ബി, ഭാര്യ ഭർത്താക്കന്മാർ 3:18 മുതൽ 19 വരെ. ഒന്ന്, മക്കളും മാതാപിതാക്കളും 3:20, 21. രണ്ട്, ദാസന്മാരും യജമാനന്മാരും 3:22, 4:1. ദാസന്മാരും യജമാനന്മാരും 3:22, 4:1.
സി. ആത്മീക സ്ഥാനങ്ങൾ. നാലിന്റെ 2 മുതൽ 6 വരെ. 6, 9. ഒന്ന്, പ്രാർത്ഥന നിർഭയമായ ഒരു ജീവിതം. പ്രാർത്ഥന നിർഭയമായ ഒരു ജീവിതം. 4ന്റെ 2 മുതൽ 4 വരെ. രണ്ട്, ജ്ഞാനപൂർണമായ പെരുമാറ്റം. ജ്ഞാനപൂർണമായ പെരുമാറ്റം. 3, കൃപയാൽ സംസാരിക്കുക. 4ന്റെ 6. ഓക്കെ. ഈ 4 ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. 4 അധ്യായങ്ങളില് ഏതൊക്കെ ഭാഗമാണ് പ്രധാനമായ ഭാഗങ്ങൾ എന്ന് പറയാമോ? പ്രധാനമായ ഭാഗം 4 അധ്യായത്തില് ആദ്യത്തെ ഭാഗം എന്താണ് പഠിച്ചത്? സൃഷ്ടി. രണ്ടാമത്തത് സഭയ്ക്ക് വേണ്ടത് എന്താണ്? വെളിപ്പാട്. മൂന്നാമത് എന്താ വേണ്ട സഭയ്ക്ക്? വീണ്ടെടുപ്പ്. 4ാമത് സഭ. അപ്പൊ ഈ 4 കാര്യങ്ങളും ഉണ്ട്. അടുത്ത 5ാമത് എന്താണ് പഠിച്ചത്? ഉപദേശം. പ്രൈസ് ദി ലോർഡ്. 6ാമത് എന്താണ് പഠിച്ചത്? പ്രബോധനം. അപ്പൊ ഈ കാര്യങ്ങൾ. പിന്നെ എന്താണ് അടുത്ത് പഠിച്ചത്? ശുദ്ധമായ പെരുമാറ്റം.